മുസ്ലിം വിശ്വാസമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ സൊസൈറ്റിയുടെ ഇന്ന് വരെയുള്ള ഡെമോക്രാറ്റിക് രീതികളിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്ത് നോക്ക്. ഈ ലോകത്ത് പല രാജ്യങ്ങളിലും നടക്കുന്നത്. അതായത് ഭീകര അന്തരീക്ഷം നിങ്ങൾ സൃഷ്ടിച്ചു. എന്താണ് ആസാദിൻ്റെ കാര്യം? സിറിയയിൽ നിന്ന് വന്ന ഒത്തിരി റെഫ്യൂജീസ് ഉണ്ട്. സിറിയയിൽ നിന്നും ഈ പറയുന്ന മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ, അവിടെ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഉണ്ടായി. അവരവിടെ ആസാദിനെ എതിർത്ത് വന്നിട്ട് ഈ രാജ്യങ്ങളെല്ലാം അഭയം കൊടുത്തതാണ്. അവർക്ക് ഷെൽട്ടർ കൊടുത്തു, അവർക്ക് ഫുഡ് കൊടുത്തു, അവർക്ക് ആഹാരം കൊടുത്തു, അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തു. അവസാനം ഈ സംഭവം മതം ഭ്രാന്ത് തലയ്ക്കകത്ത് കയറിയും അവിടെയുള്ള സിറ്റിസനെ അറ്റാക്ക് ചെയ്യാം. അതാണ് ബ്രിട്ടൻ്റെ പ്രശ്നം ഉണ്ടായത്. ഓരോ രാജ്യങ്ങളും പഠിക്കുക. എന്താണ് ഫ്രാൻസിലുണ്ടായത്, ജർമ്മനിയിലുണ്ടായത്, പല രാജ്യത്തും ഉണ്ടായത്. പക്ഷേ 9/11 കഴിഞ്ഞപ്പോൾ അമേരിക്ക കൃത്യമായിട്ട് പറഞ്ഞു, ഈ ഒരു കമ്മ്യൂണിറ്റി ഞങ്ങൾ പൂർണ്ണമായിട്ട് സ്കാൻ ചെയ്തേ കയറ്റത്തുള്ളൂ. അന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ അതിനെ എതിർത്തു. കാരണം പോപ്പ് പറഞ്ഞു അത് ശരിയല്ല, ഇവരെയും കൂടെ കയറ്റാം. അന്നത്തെ പോപ്പ് ഇരുന്ന പോപ്പ്. പിന്നെ ഫ്രാൻസിസ് പോപ്പ് പറഞ്ഞു മുഴുവൻ ആൾക്കാരെ കയറ്റാൻ. അവസാനം എല്ലാം കൂടെ കോളമായി. അതായത് ഒരു കാത്തലിക് രാജ്യമായ ഓസ്ട്രിയ പറയുന്നു പോപ്പിന് ഒരു വിലയും കൊടുത്തില്ല, തള്ളി ദൂരെ കളഞ്ഞു.